കൗതുകത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കിണ്ടി കിണറിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഇനി. കുത്തിയതോടാണ് ഈ ഒരു കിണ്ടി കിണർ ഉള്ളത്. പ്രളയകാലത്ത് എല്ലാവർക്കും കുടിവെള്ളം കിട്ടിയിട്ടുള്ളത് ഈ ഒരു കിണറിൽ നിന്നുമാണ്. സംഭവം ഒരു കിണ്ടിക്കഥയാണ്. മഹാപ്രളയത്തിൽ അകപ്പെട്ടു പോയ ഒരു നാടിൻ്റെയാകെ ദാഹമകറ്റിയ കിണ്ടി കിണറിൻ്റെ കഥ. വെള്ളം ഇരച്ചെത്തിയപ്പോൾ മാഞ്ഞാലി കുത്തിയ തോടും തീർത്തും ഒറ്റപ്പെട്ടു. ഉയരമുള്ള കെട്ടിടങ്ങളിൽ കയറി ആളുകൾ രക്ഷ തേടി. ഒരിറ്റു കുടിവെള്ളമായിരുന്നു അവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഒന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ 30 പേരിൽ കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കുട നിവർത്തി മഴവെള്ളം ശേഖരിച്ച ഒരു അവസ്ഥയാണ്. മഹാപ്രളയത്തിൽ ഒരു നാടാകെ മുങ്ങിയപ്പോഴും കിണ്ടി കിണർ മുങ്ങിയില്ല. 1000 മുകളിൽ ആൾക്കാർക്ക് ഈ വെള്ളം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് പള്ളിയിൽ 1000 മുകളിൽ തന്നെ ആൾക്കാർ താമസക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞ് അവർ വഞ്ചിയും പത്രമായിട്ട് വന്നു. അപ്പോൾ അവർക്ക് പള്ളിയിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം പിടിക്കുമ്പോൾ കൂടുതലും ഞങ്ങൾക്ക് അവർ പിടിച്ചു തരുമായിരുന്നു. ആർഭാടത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും അടയാളമായി ഇന്നലെ വരെ നാട്ടുകാർ കണ്ടിരുന്ന ഈ കിണറിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. എൻ്റെ ഫാദർ കാലഘട്ടങ്ങളിൽ ദിവസവും വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കയൽ കഴിയിട്ട് വീട്ടിൽ കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലന്ന് ഓടിച്ചിരുന്നത്. അപ്പോൾ അത് അപ്പൻ്റെ ഓർമ്മയ്ക്ക് അതിരിക്കട്ടെ എന്നുള്ള ഒരു ആശയം. പിതാവിൻ്റെ ഓർമ്മ നിലനിർത്താൻ നിർമ്മിച്ച കിണർ നാടിൻ്റെയാകെ സ്നേഹം പിടിച്ചു പറ്റിയ സന്തോഷത്തിലാണ് വിൻസെന്റും കുടുംബവും. ക്യാമറ പേഴ്സൺ ഉമർ ഗുൽമോഹറിനൊപ്പം ലെവിൻ കെ വിജയൻ, മീഡിയ 1, കൊച്ചി.